been an year since we are not together, and I miss you. ഇവിടുത്തെ കാറ്റ് പോലെ താൻ എന്നെ വിട്ട് എങ്ങോട്ടാണ് പോയത്? ഡിയർ ഇഷ, അപ്പം നീണ്ട യാത്രകൾ പോകുമ്പോൾ അമ്മയുടെ കൈകൾ കൂടുതൽ വിറയ്ക്കുന്ന പോലെ തോന്നാറുണ്ട്. അമ്മ എത്ര ഒളിപ്പിച്ചാലും ഒരു ഏങ്ങൽ പോലെ എന്ന് തോന്നുന്നു, വിട്ടുമാറാത്തൊരു പനിയൊക്കെ പോലെ. അവരുടെ ലോകം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇഷ. എൻ്റെ ഒന്നോർത്ത തമാശയാണല്ലേ. ലേറ്റ് ആവാൻ വേണ്ടി കോച്ചിങ് എടുത്ത പോലത്തെ എൻ്റെ അന്നത്തെ വരവും നീ എൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചതും ആ അടിയുടെ ചൂട് മാറും മുമ്പേ എന്നെ ചേർത്ത് പിടിച്ചതും എല്ലാം ഇപ്പോൾ വേറൊരു എഴുത്തായി മാറിയിരിക്കുന്നു. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഇഷ. താൻ തന്നെയായിരുന്നോ എൻ്റെ ലോകം. ഇറ്റ്സ് അബൌട്ട് യു, ഇറ്റ്സ് അബൌട്ട് ദ ഗേൾ ഐ ലവ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹെർ. അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ എനിക്കെന്താ പറയാനുള്ളത്? ഐ ഡിഡ്ന്റ് നോ. ഇപ്പോഴും എനിക്കതറിയില്ല. You have always said that I'm bad at communicating. And yes, I'm bad at it. So I'm writing this letter for you. ഒരിക്കലും നിന്നിലേക്ക് ഇത് എത്തിച്ചേരില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഞാൻ നിന്നിലേക്ക് വാക്കുകൾ കൊണ്ട് എഴുതിയെത്താൻ ശ്രമിക്കുന്നു. അന്ന് നീ എന്നെ വിട്ട് ബാംഗ്ലൂരിൽ പോയ ദിവസം ഞാനിന്ന് ഓർക്കുന്നുണ്ട് ഇഷ. എൻ്റെ കൈകളിൽ നിന്ന് ഊർന്നു പോയ നിൻ്റെ തലമുടിയും എൻ്റെ മനസ്സിനെ തന്നെ അടക്കാൻ കഴിയുന്ന നിൻ്റെ നോട്ടവും നിൻ്റെ മുഖവും നിൻ്റെ മണവും. ഞാൻ പറഞ്ഞില്ലേ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഇഷ. ഇനി നീ വിളിക്കില്ല എന്ന് പറഞ്ഞു പോയ ശേഷമുള്ള ഓരോ നിമിഷവും മറ്റാരോ ആയിരുന്നു ഞാൻ. പക്ഷെ ഒന്നെനിക്കറിയാം ഇഷ, കേൾക്കുന്നുണ്ടോ? തൻ്റെ കൈ പിടിച്ച് നടന്ന ഞാൻ തന്നെയാണോ എൻ്റെ ഏറ്റവും നല്ല വേർഷൻ. നീ എന്ന് ബാംഗ്ലൂരിൽ പോയത് പിന്നെ എല്ലാം മാറിപ്പോയിരുന്നു ഇഷ. എൻ്റെ സ്വഭാവവും ഞാൻ ചിന്തിക്കുന്ന രീതിയും എല്ലാം. ഐ വാസ് ബീങ് കൺട്രോൾഡ് ബൈ സംതിങ്. ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാൻ നോക്കുമല്ല. ഐ അഗ്രി. ഐ വാസ് കൺട്രോൾഡ് ബൈ ഈഗോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം. നിന്നെ അവിടെ വളരെ സന്തോഷത്തോടെ കാണുമ്പോൾ ഐ തോട്ട് ഐ വാസ് ദ ഓൺലി വൺ ഹൂ വാസ് അഫക്റ്റഡ് ബൈ ദിസ് ലോങ് ഡിസ്റ്റൻസ്. ഐ വാസ് ഡിപ്രസ്ഡ് ആൻഡ് ടോക്സിക്. ഞാൻ എൻ്റെ ഒരു ബോക്സിലായിരുന്നു ഇഷ, എൻ്റെ വിഷമങ്ങളുടെയും എൻ്റെ സ്വാർത്ഥതയുടെ ഒരു ബോക്സിൽ. ബട്ട് ഐ കെയിം ടു നോ ഇറ്റ് ഓൺലി വെൻ ദ ടൈം വാസ് ടു ലേറ്റ്. ഹായ്. ഹായ്. ഇരി.
എന്ത് റെഡി? ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴി കയറിയെന്നേ ഉള്ളൂ. റിസൾട്ടൊക്കെ വന്നോ? അത് പിന്നെ റിസൾട്ട് എല്ലാവർക്കും ഒരുമിച്ചല്ലേ വരുന്നത്. സാർ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. സേഫ് സോൺ കളിച്ച് കളിച്ചൊക്കെ പോവാ. നൈസ്. ഞാൻ ഇന്നലെ ഫാൽക്കൺ കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായി? പറ്റത്തില്ല. അത്രയ്ക്കും പോരായിരുന്നു. ആ, ഡേവിഡൊക്കെ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. How are you? I'm okay. Just okay? Yeah. Adi, you don't have to pretend you're okay. നീ ഇങ്ങനെ അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല. We all know that you are not. So please stop pretending. Yeah. I'll stop it. 4 ദിവസമായി ഞാനൊന്നും മര്യാദയ്ക്ക് കിടന്നുറങ്ങിയിട്ട്. കണ്ണടച്ച് അവൾ മാത്രമേ ഉള്ളൂ എൻ്റെ തലയിൽ. ഇടയ്ക്ക് പ്രൊജക്ട്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്യായ മൂഡ് സ്വിങ്സാണ്. ഇടയ്ക്ക് എന്നോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നുന്നു. ഈ തീൻ്റെ മുകളിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. ഇങ്ങനെ ശരീരത്തിലെ ഓരോ ഭാഗം ഇങ്ങനെ പൊള്ളി ഇല്ലാതാവുന്ന പോലെ. That's what I feel right now. ഇതാണോ എനിക്ക് കേൾക്കണ്ടേ? ഇതല്ല നിങ്ങൾക്ക് ആർക്കും കേൾക്കണ്ടേന്ന് എനിക്കറിയാം. That's why I'm pretending. എന്തിനറിയുന്നു? ഡോണ്ട് ഹാവ് ടു ബി ചെറിയ കേട്ടോ. ആർക്കും ഇത് കേൾക്കാൻ താല്പര്യമില്ല. സോ യാ, I'm pretending. സംസാരിക്കാൻ ആരും ഇല്ലാന്ന് തോന്നണ്ട. യു ക്യാൻ ടോക്ക് ടു മീ വെൻ എവർ യു വാണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ആർക്കും നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇറ്റ്സ് യു ആർ നോട്ട് ലെറ്റിംഗ് ദം ടു ഡു ദാറ്റ്. സോ പ്ലീസ് സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്. ഋതു, അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ. ആൻഡ് ഷി വാസ് ദ ഓൺലി വൺ ഹു കെയർഡ് അബൌട്ട് ടോക്കിംഗ് ടു മീ. I hated Bangalore. ഇഷ കാരണമാണോ? കാരണമെന്ന് വെച്ചാൽ ഇവന് അവിടുത്തെ പാർട്ടിയും പബ്ബും ഒക്കെ പറ്റത്തില്ല. അപ്പൊ ഇഷ ഇഷ എന്താ പറയാ, അതി നോ ചെറിയോണ്ടോ? അതാണെങ്കിൽ അതാണ് നിങ്ങൾ. അതാണ്. Why do you love her so much? നോ ഒഫൻസ് ഹിയർ, ബട്ട് നിങ്ങൾ ആകെ 2-3 മാസം റിലേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ലോങ് ഡിസ്റ്റൻസും. വൈ ആർ യു സോ ക്രേസി അബൌട്ട് ഹെർ? ഇവിടെ 1-2 വർഷം റിലേഷനായി ബ്രേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഒരു കൂസലും ഇല്ലാണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വൈ ആർ യു ക്രേവിംഗ് ഫോർ ഹെർ സോ മച്ച്? നിനക്കെൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? ജൂലൈ 25. അന്ന് ഈ കോളേജിൽ ആരും എന്നെ വിഷ് ചെയ്തില്ലായിരുന്നു. നിവിനോ ചേക്കപ്പോ നീ പോലും. ഐ വാസ് സോ സ്റ്റുപ്പിഡ് ഫോർ സം റീസൺ. പക്ഷെ ഐ തോട്ട് എന്നെ എല്ലാവരും വിഷ് ചെയ്യും, ഈവൻ സർപ്രൈസ് കിട്ടുമെന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ഞാൻ ഭയങ്കര ഡെസ്പായിപ്പോയി. അന്ന് ആൾക്കാർ എന്നെ ശ്രദ്ധിച്ചോന്ന് പോലും എനിക്കറിയില്ല. അന്ന് ഞാൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്യാമ്പസിൻ്റെ ലോബിയിലായിരുന്നു ഏഴില്. അപ്പോൾ പ്രിയ പെട്ടെന്ന് എന്നെ ഇങ്ങനെ താഴോട്ട് വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് താഴേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ കാണുന്നൊരു 10-15 പേര് എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കാം. എല്ലാവരും ഓടി വന്ന് വിഷൊക്കെ ചെയ്ത് കെട്ടിപ്പിടിച്ചൊരു പെരുന്നാളും കൂടായിരുന്നു അവിടെ. പെട്ടെന്ന് പ്രിയ ബാക്കിൽ നിന്ന് ഒരു ബൊക്കെയായിട്ട് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് അവളെന്നെ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവളെൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞത്, ഇതൊന്നും ഞാനല്ല അതി,
എല്ലാം ഇഷ്യയാണ്. എല്ലാവരും സെറ്റപ്പ് ചെയ്തതും ഈ മൊത്തം സർപ്രൈസ് ചെയ്തതല്ല. അന്ന് ഞാനൊരു മുണ്ട് കൊടുത്തിരുന്നേ. അപ്പം ഈ ബൊക്കെ എങ്ങും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ ബോഡിയോട് ചേർന്ന് തന്നെ കെട്ടിക്കൊണ്ടാണ് ഞാൻ വന്നത്. കോളേജ് തൊട്ട് വീട് വരെ ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്. അന്ന് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ പിള്ളേർ തൊട്ട് എല്ലാവരും ഇൻ എ ഗുഡ് വേ. That day, I saw people smiling at me. And that was the best birthday I've ever had. ഇത് വേറെ ആരും എനിക്ക് ചെയ്തു തന്നിട്ടില്ല ഋതു. She was the only one. And that's why I love her so much. നീ ഭയങ്കര ലക്കിയാ ആദി. അവളും അതെ. I know. എനിക്കറിയാം ഐഷ. I was lucky. But it only lasted for a few months. ദിവസം പോകുന്തോറും ഞാനും ഋതു നന്നായിട്ട് അടുത്തിരുന്നു ഇഷ. In a good way. As time went, she became a secret keeper. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവൾക്കത് മനസ്സിലാവുമായിരുന്നു. A kind of connection. A connection I was lucky to get. എവിടെ പോയി കിടക്കായിരുന്നു? എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സോറി, ട്രാഫിക് ഉണ്ടായിരുന്നു. അവനും അവൻ്റെ ഒരു ട്രാഫിക്കും. വെറുതെ അല്ല അവൾ ഇട്ടേച്ച് പോയത്. സോറി എന്ന് പറഞ്ഞില്ലേ? കേറിയോ? പോയാലോ? മിണ്ടാനൊന്നും ഇല്ല എൻ്റെ അടുത്ത്. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഇറങ്ങ്. വയറുവേദനയുണ്ടോ? ചെറുതായിട്ട്. എന്നൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? വാ കേറ്. എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല എടുത്തു. എയർപോർട്ടിൽ എത്താൻ ലേറ്റ് ആയത് ഞാൻ കാരണം കൊണ്ടല്ല. ഞാൻ എൻ്റെ മാക്സിമം നോക്കിയിട്ടുണ്ട് നേരത്തെ എത്താൻ. പക്ഷെ ലേറ്റ് ആയിപ്പോയി. ഐ ആം സോറി. ഐ ഡോണ്ട് ലൈക്ക് വെൻ യു സേ ദാറ്റ്. അവളുടെ പേരും പറഞ്ഞ് കുത്തി കുത്തി പറയുന്നത് നോട്ട് ഫണ്ണി. എടാ, ഐ എം സോറി. എനിക്ക് മനസ്സിലാവും. എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വൈ ഡോണ്ട് യു ഗോ ആൻഡ് മീറ്റ് ഹർ? വെറുതെ എന്തിനാ ഈ റോമിയോ വിളിച്ച് നടക്കുന്നത്? എന്നെ കൂടെ വെറുതെ. ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് ആൻഡ് ഗോ. അതെന്താ? ആദ്യം എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് എത്രമാത്രം അവളെ ഇഷ്ടമാണെന്ന്. നിനക്ക് എത്രമാത്രം അവളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് നീ ഒരു സൂചി പോലെയാണ്. എൻ്റെ കാലിൽ തറച്ചിരിക്കുന്ന ഒരു സൂചി പോലെ.
ചവിട്ടി നടക്കാനും പറ്റില്ല, വലിച്ചൂരി കളയാനും പറ്റില്ല. ഒരുമാതിരി പെട്ട അവസ്ഥ. ഐ ഡോണ്ട് വാണ്ട് യു ടു ബി ലൈക്ക് ദിസ്. നീ ഇങ്ങനെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ ഡോണ്ട് വാണ്ട് യു ടു ബി ലൈക്ക് 96-ലെ റാം. യു ആർ നോട്ട് ഹിം. ആൻഡ് ലൈഫ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. സോ പോയി കണ്ടുപിടിക്കും. നീ പറയുന്നൊരു എളുപ്പമല്ല ഋതു. ഞാൻ എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കും. ഐ ഡോണ്ട് നോ, ബട്ട് ഗോ. പോയി അലയി. കോണ്ടാക്റ്റ് ഒക്കെ ബ്ലോക്ക് ആണെന്നും വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഒക്കെ ബ്ലോക്ക് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഫൈൻഡ് എ വേ. ഗോ ടു ഹർ കോളേജ്, ഗോ ടു ഹർ ഫ്രണ്ട്സ്. ബട്ട് യു ഷുഡ് ഡെഫിനറ്റ്ലി മീറ്റ് ഹർ. ആദി, എനിക്ക് ആരുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ചോയ്സ് ആവണ്ട. അവൻ ഞാൻ സമ്മതിക്കേയില്ല. നിന്റെ കൂടെ കൂടി സമയം കളയാനല്ല ഞാൻ നോക്കുന്നത്. എനിക്ക് വേണം നിന്നെ. ഋതു പക്ഷേ എനിക്കറിയാം അവൾ നിന്റെ മനസ്സിലുള്ളിടത്തോളം കാലം എനിക്കത് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വൺ ലാസ്റ്റ് ടൈം. അതും ശരിയായില്ലെങ്കിൽ ഐ വോണ്ട് യു കംപ്ലീറ്റ്ലി. പക്ഷെ വർക്കൗട്ട് ആയാലോ? ആൻഡ് ഗോ ടു ഹർ. പക്ഷെ ഇപ്പോൾ ഐ ഹേറ്റ് ദിസ് ഫീലിംഗ്. ഒന്നെങ്കിൽ ഐ വോണ്ട് യു എവ്രിതിങ് ഓർ നത്തിങ്. പോകൂ, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും. എന്നാലും നിങ്ങൾ ഇത്ര ഇഷ്ടമുണ്ടായിട്ടും എങ്ങനെ ബ്രേക്കപ്പ് ആയേ? ഞാൻ എത്ര തവണ ചോദിച്ചിട്ട് നീ അത് പറഞ്ഞിട്ടില്ലല്ലോ. അതെനിക്ക് അവൾക്ക് ഇടയിലുള്ള ഒരു കാര്യമാണ്. ഇത് കാരണമൊന്നുമില്ല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ്. ഇന്ന് ഇറങ്ങിയാലോ? ഋതു, ഒരു ഹഗ് തരുമോ? ഇഷ, ഈ എഴുത്ത് നിന്നിലേക്ക് എത്തുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന യാത്ര നിന്നിലേക്കാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, എന്നെ സ്നേഹിക്കുന്നവർക്കും കൂടി വേണ്ടി ഞാൻ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. എനിക്ക് മുമ്പോട്ട് പോയേ തീരൂ. തിരിച്ചു വന്നാൽ എന്നെ കാത്തിരിക്കുന്ന ഒരാളിവിടെ ഉണ്ട് എന്നൊരൊറ്റ ഉറപ്പിലാണ് എൻ്റെ യാത്ര. എനിക്ക് മുമ്പോട്ട് പോയേ തീരൂ. ഹെൽ വിത്ത് മൈ കോംപ്ലക്സ് ആൻഡ് മൈ പെയിൻ. തന്നെ വന്ന് കാണണം എന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിക്കാതിരുന്നിട്ടില്ല. പക്ഷെ എന്തോ ഒന്ന് എന്നെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരുന്നു. അത് ഭയമായിരുന്നോ അതോ നിന്നെ ഫേസ് ചെയ്യാനുള്ള മടിയായിരുന്നോ? ഇന്ന് എനിക്കറിയാം ഋതുവിന് ഞാൻ ആരാണെന്ന്. ഞാൻ പെട്ടുപോയ അതേ ഇടത്തിൽ ഇന്ന് അവളും. ഒരർത്ഥത്തിൽ ഋതുവിന് വേണ്ടിയെങ്കിലും ഞാനത് ചെയ്തേ മതിയാവും. നിന്നെ കാണുമോ? കണ്ടാൽ തന്നെ നീ മാറിയിരിക്കുമോ? വേറൊരാളെ കണ്ടുപിടിച്ചിരിക്കുമോ? എല്ലാം ചോദ്യങ്ങളാണ്. സോ ഐം കമ്മിങ് ഇഷ. ഐം കമ്മിങ് ടു യു വിത്ത് ലവ്, ആദി.